മുരളി സാറിനെ പറ്റി ഓർക്കുമ്പോൾ ഏറ്റവും ആദ്യം ഞാൻ കണ്ടത് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ നേത്രധന്യയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വളരെ ഒരു അര ദിവസം പോലും ഇല്ല ഒരു വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ കാർത്തിക ചേച്ചിയുടെ ചെറുപ്പകാലമായിട്ട്. അപ്പോൾ അതിന് ഞാൻ വളരെ കുഞ്ഞാണ്, എനിക്ക് തോന്നുന്നു 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. അന്ന് ജസ്റ്റ് എല്ലാവരെയും അന്ന് അവിടെ ഉള്ള എല്ലാവരെയും കണ്ടു പരിചയപ്പെട്ട ഒരു ഓർമ്മയെ എനിക്കുള്ളൂ. ഞാൻ ആദ്യമായിട്ട് കൂടുതൽ സമയം ഷൂട്ടിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് സൂര്യപുത്രൻ, കാരുണ്യം അങ്ങനെ ഉള്ള സിനിമകളുടെ ലൊക്കേഷനിലാണ്. അപ്പോൾ കാരുണ്യത്തിൽ ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള സീൻസ് ഉണ്ട്. അതിൽ സാറിൻ്റെ വൈഫ് മരിക്കുന്ന ഒരു രംഗം, അതായത് എൻ്റെ മദർ ഇൻ ലോ എൻ്റെ ക്യാരക്ടർ. അപ്പോൾ അതാദ്യം വന്നിട്ട് പറയുമ്പോഴത്തെ ആ ഒരു പതർച്ച, അപ്പോൾ അത് നമ്മളൊക്കെ അത് വളരെ ഒരു മെക്കാനിക്കലായിട്ടുള്ള ഒരു റിയാക്ഷനായിട്ട് നമ്മളിങ്ങനെ സ്റ്റണ്ടായിട്ട് ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ഫ്രീസായി പോകുന്ന പോലെ ഉള്ള ഒരു രംഗമാണ് അത്. അതെങ്ങനെയാണിത് പറയേണ്ടത് എന്നുള്ളത്. അവിടുന്ന് അദ്ദേഹം ഒരു ടേക്ക് ഓഫ് ഉണ്ട്. ഇനി എങ്ങനെയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇത് ഒരു കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയിട്ടുള്ള ഒരു. അപ്പോൾ ഇദ്ദേഹവും ലോഹി സാറും കൂടെ അവർ തമ്മിൽ അവിടെയാണ് ആ ഒരു മാജിക്. ഞാനൊക്കെ ഇങ്ങനെ എന്താ പറയുക, ദ ഫൈനസ്റ്റ് ആർട്ടിസ്ട്രി കണ്ട് നിന്ന ഒരു നിമിഷമായിരുന്നു അത്. ജയറാമേട്ടൻ വന്ന് പറയുന്നു, അതിനുശേഷം ഇദ്ദേഹം പരിഭ്രാന്തനായിട്ട് ഇങ്ങനെ പോകുന്നു, ഈ ക്യാരക്ടറിൻ്റെ അടുത്ത് പോയിരിക്കുന്നു, വിളിക്കുന്നു, പിന്നീട് എന്താ, അതൊരു വളരെ ഒരു ലോങ്, അത് ഫസ്റ്റ് ടേക്കൊക്കെ ആയിരുന്നു. അതിന് മുൻപും അതിന് ശേഷവും അദ്ദേഹം എന്താ പറയുക, അതൊരു ട്രാൻസിലേക്ക് പോയി തിരിച്ചു വരുന്നത് പോലെയായിരുന്നു. അതിന് മുമ്പ് കുറേ നേരം മിണ്ടാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ ഈ ഒരു ഇൻറ്റൻസ് സീൻ കാണുമ്പോൾ നമ്മളൊക്കെ ഒരു സ്കൂൾ കുട്ടിയെ പോലെയോ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഹാൻഡിലിങ് പഠിക്കാം എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം പോകുക തിരിച്ചു വരിക അങ്ങനത്തെ ഒരിതായിരുന്നു.